ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും ഈ മനുഷ്യ ശരീരം മാത്രമല്ല, മനുഷ്യത്വം ഉള്ളവരെയാണ് മനുഷ്യം എന്ന് പറയുന്നത്. മനുഷ്യത്വം എന്നാൽ എന്താണ്? മനസ്സിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവുകയും അത് മറ്റുള്ളവരിലേക്ക് പകർത്തുകയും ചെയ്യുന്നവരാണ്. മനുഷ്യത്വത്തോടു കൂടിയ മനുഷ്യന് മാത്രമേ ദേവനായിത്തീരാൻ സാധിക്കൂ. ദേവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആത്മനാതുഷ്ട, ആത്മാവിനെ കൊണ്ട് ആത്മാവ് തന്നെ സന്തോഷിക്കുന്ന അവസ്ഥ. അത് അഖണ്ഡമാണ്. ഒരിക്കലും അതിന് ക്ഷയങ്ങളില്ല, ഒരിക്കലും അത് ക്ഷയിക്കുകയില്ല. അത് എന്നും ഒരേപോലെ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള വിഷയസുഖം അതുപോലെയല്ല. അത് അല്പസമയത്തേക്ക് ഉണ്ടായി അത് വസ്തു നഷ്ടപ്പെടുകയോ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷതം വരികയോ ചെയ്യുമ്പോൾ നമുക്ക് ആ സുഖം ക്ഷയിച്ചു പോകുന്നു. അതാണ് ഇന്ദ്രിയ സുഖങ്ങൾ ക്ഷണികമാണ് എന്ന് പറയാൻ കാരണം. പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ദ്രിയ സുഖം നിലനിൽക്കുന്നത്. എന്നാൽ ആത്മസുഖം ഒന്നിനെയും ആശ്രയിക്കാതെയുള്ളതാണ്. ഈ ആത്മസുഖം നമുക്ക് എങ്ങനെ കിട്ടും? മനസ്സ് അലയാതിരുന്നാൽ മാത്രം മതി. മനസ്സ് സ്വസ്ഥമായാൽ മതി. മനസ്സ് അലയുന്നത് എങ്ങോട്ടാണ്? ഭാവിയിലേക്കും ഭൂതത്തിലേക്കും. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും അതുപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് മനസ്സലഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ രണ്ട് കാലത്തേക്കും ഓടുന്ന മനസ്സ് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോൾ അവിടെയും ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും തെറ്റും ശരിയും വേണ്ടതും വേണ്ടാത്തതും നല്ലതും ചീത്തയും ഇങ്ങനെ വകതിരിവുകളോട് കൂടിയതാണ്. ഇതെല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ മനസ്സ് സ്വയം കണിയിൽ പോയി ചാടുന്നത് പോലെ, സ്വയം കൂട്ടിൽ ചെന്ന് അകപ്പെടുന്നത് പോലെ ഈ വിഷയങ്ങളിൽ കുടുങ്ങി നിത്യ ദുഃഖിയായി ഭവിക്കുന്നു. അതിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ സത്യം, സമത്വം, ക്ഷമ തൊട്ട പുണ്യ ഗുണങ്ങൾ ഉൾക്കടമാകമാനം വിശുദ്ധ ദേവാലയമാക്കി മിന്നി ചിടേണ്ടുമീ മാനുഷദേഹമാർന്നോൻ. മനുഷ്യദേഹം കിട്ടിയ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുന്നു. സത്യം, സമത്വം. നമ്മൾ സത്യം പാലിക്കണം, സർവത്തിലും സമത്വബുദ്ധി ഉണ്ടായിരിക്കണം. അതുപോലെ ക്ഷമ, അഹിംസ, പരോപകാരം, പുണ്യകർമ്മം, സർവഭൂതദയ മുതലായ ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കണം. ഗുണങ്ങളാൽ ഉൾക്കടം. നമ്മുടെ മനസ്സെപ്പോഴും ഉൾക്കടമാകമാനം. സത്യം, ക്ഷമ, സമത്വം തൊട്ട പുണ്യ ഗുണങ്ങളാൽ ഉൾക്കടമാകമാനം. സത്യം, സമത്വം, ക്ഷമ മുതലായ സദ്ഗുണങ്ങളാൽ നമ്മുടെ മനസ്സ് മുഴുവനും ഉൾക്കടമാകമാനം, മനസ്സ് മുഴുവനും വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ച് വിശുദ്ധ ദേവാലയമാക്കി തീർക്കണം. ദേവാലയത്തിൽ ആരാണിരിക്കുന്നത്? ദേവനാണ്. ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലത്തിനാണ് ദേവാലയം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ദേവാലയമാക്കി തീർക്കണമെങ്കിൽ ഈ പറയപ്പെട്ട സദ്ഗുണങ്ങൾ നാം വളർത്തിയാൽ മാത്രം മതി. അങ്ങനെ വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടുമീ മാനുഷദേഹമാർന്നോൻ. ഇതാണ് മനുഷ്യ ശരീരം കിട്ടിയ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. നമ്മുടെ ഈ ശരീരം തന്നെ ദേവാലയമാക്കി തീർക്കണം. ഇത് ദേവാലയമാകണമെങ്കിൽ ഇതിൽ നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കണം. എന്തൊക്കെയാണ് ആ നല്ല ഗുണങ്ങൾ? സത്യം ഒന്നാമത്തേത്. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നാവുന്നതാണ് സത്യം. ഒന്ന് ചിന്തിക്കുക, മറ്റൊന്ന് പറയുക, പറഞ്ഞതല്ലാതെ വേറൊന്നായിരിക്കും പ്രവർത്തിക്കുക അസത്യവാദികൾ. എന്നാൽ നാം എന്ത് ചിന്തിക്കുന്നുവോ അത് പറയുക.
അപ്പോൾ പറയാൻ പറ്റുന്നത് മാത്രമേ ചിന്തിക്കാവൂ. അതുപോലെ പറയുന്നതെന്തോ അത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രമേ പറയാവൂ. ഇതാണ് സത്യം. ഈ സത്യം നമ്മൾ പാലിക്കണം. സമത്വം. എല്ലാ ജീവജാലങ്ങളിലും ഒരേ സർവേശ്വരനെ കണ്ട് ആനന്ദിക്കുന്നതാണ് സമത്വം. ക്ഷമ. അക്ഷമാലുക്കൾക്ക് ഈ ലോകത്തിൽ ഒന്നും തന്നെ നേടാൻ സാധിക്കുകയില്ല. അതിനാൽ നാം ശീലിച്ചെടുക്കേണ്ട മഹത്തായ ഒരു ധർമ്മമാണ് ക്ഷമ. സത്യം, സമത്വം, ക്ഷമ തൊട്ട പുണ്യഗുണങ്ങളാൽ ഉൾത്തടമാകമാനം. നല്ല ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവനും വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ച്, വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടും ഈ മാനുഷദേഹമാർന്നോൻ. ഈ മാനുഷദേഹമാർന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ മനസ്സിൽ സദ്ഗുണങ്ങളെ വളർത്തുക. അങ്ങനെ സദ്ഗുണങ്ങളെ വളർത്തിക്കഴിയുമ്പോൾ ആ പരമാത്മപദത്തിലേക്ക് നാം ഉയരുന്നു. സത്വഗുണം വളരുന്നു. സത്വഗുണം വളർന്നു കഴിയുമ്പോൾ നാം ദൈവീക മാർഗത്തിലേക്ക് ഉയരുന്നു. പിന്നീട് ഈ ഗുണങ്ങൾക്ക് അതീതമായ, ഗുണാതീതമായിരിക്കുന്ന അവസ്ഥയാണ് ഈശ്വര അനുഭവം, ഈശ്വരൻ്റെ വാസസ്ഥാനം എന്ന് പറയുന്നത്. അതിനാൽ ഇത് നാം വീണ്ടും മനനം ചെയ്യേണ്ടിയിരിക്കുന്നു. സത്യം, സമത്വം, ക്ഷമ തൊട്ട പുണ്യ ഗുണങ്ങളാൽ ഉൾത്തടമാകമാനം വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടും ഈ മാനുഷദേഹമാർന്നോൻ.